നിയോഗതാലി. ഞാൻ എൻ്റെ അച്ഛനോട് നിന്നെ കൂടി സ്പോൺസർ ചെയ്യാൻ പറയാം. അപ്പോൾ നിനക്ക് നിന്റെ മാമന്റെ വീട്ടിൽ പോയി തന്നെ നിൽക്കാം. നിന്നെ സ്പോൺസർ ചെയ്യാനും നിന്റെ കാര്യങ്ങൾ നോക്കാനും മറ്റൊരാളുണ്ടെന്നറിഞ്ഞാൽ അവർ പിന്നെ അധികം ബുദ്ധിമുട്ടിക്കാൻ നിൽക്കില്ലല്ലോ. അത് നമുക്ക് ആലോചിക്കാവുന്ന കാര്യമല്ലേ? ശ്രീയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അത്രമേൽ പ്രതീക്ഷയോടെ പാർവതി അവളുടെ മുഖത്തേക്ക് നോക്കി. ഒരു നിമിഷം പാർവതിയുടെ നല്ല മനസ്സിനെക്കുറിച്ച് ഓർത്തപ്പോൾ ശ്രീനന്ദയ്ക്ക് കണ്ണു നിറഞ്ഞുപോയി. ശ്രീനന്ദ പാർവതിയുടെ രണ്ട് കൈകളും കൂട്ടി തന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. എന്നോട് ഇങ്ങനെയൊന്ന് പറയാനെങ്കിലുള്ള മനസ്സ് നിനക്ക് വന്നല്ലോ പാറു. പക്ഷെ എല്ലാ കാര്യങ്ങളും താൽക്കാലികമാണ്. എനിക്കറിയില്ല പാറു. അമ്മായി ഏകദേശം കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുറപ്പിച്ച മട്ടാണ്. എന്തൊക്കെ കാരണം പറഞ്ഞ് ഞാൻ ഈ വിവാഹം വേണ്ടെന്ന് വെച്ചാലും അമ്മായി ഏതെങ്കിലും വിധേന ഇതൊക്കെ നടത്തിയെടുക്കും. എനിക്കറിയാവുന്നതല്ലേ അവരുടെ സ്വഭാവം. ഇതല്ലെങ്കിൽ മറ്റൊന്ന്. അവരുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരിടത്തും എത്താതെ പഠിത്തം പാതി വഴിയിൽ നിർത്തി ഏതെങ്കിലും അടുക്കള ചുവരുകൾക്കുള്ളിൽ കരഞ്ഞു തീർത്ത് എൻ്റെ ജീവിതം ഇല്ലാണ്ടായി പോകണം. അതാണ് അവരുടെ മനസ്സിലിരിപ്പ്. ഇവർക്ക് ഇത്രയും ദേഷ്യം തോന്നാൻ ഞാനോ എൻ്റെ അമ്മയോ ഇവരോട് യാതൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. പിന്നെയും എന്തിനാണ് ഇവരെന്നെ ഇങ്ങനെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെയും പാർവതി എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കുമായിരുന്നു ക്ലാസ്സുകൾ തുടങ്ങുവാനുള്ള ബെല്ലടിച്ചത്. ഫസ്റ്റ് ബെല്ലടിച്ചു. ഇപ്പോൾ പ്രെയർ തുടങ്ങും. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ശ്രീനന്ദ പാർവതിയുടെ കൈയും പിടിച്ച് ക്ലാസ്സിലേക്ക് നടന്നു. ക്ലാസ്സിൽ ഏകദേശം എല്ലാ കുട്ടികളും വന്നിരുന്നു. പക്ഷെ പലരും ശ്രീനന്ദയുടെ കരഞ്ഞു കലങ്ങിയ മുഖത്തേക്ക് സംശയത്തോടെ നോക്കുന്നെങ്കിലും പാർവതിയും ശ്രീയും ആർക്കും മുഖം കൊടുക്കാതെ രണ്ടുപേരും ഇരിക്കുന്ന സീറ്റിൽ വന്നിരുന്നു. ഓരോരോ ക്ലാസ്സുകളായി കഴിഞ്ഞു പോകുന്നുണ്ടെങ്കിലും ശ്രീനന്ദയുടെ ആലോചനകളിൽ നിറഞ്ഞു നിന്നത് മറ്റെന്തെല്ലാമോ ആണ്. വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി ചെന്ന ശ്രീനന്ദയെ കാത്ത് ബ്രോക്കർ നാരായണൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അയാൾക്കരികിൽ തന്നെ സിന്ധുവും സജീവനും. സജീവന്റെ ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ അയാൾ ഇരിക്കുന്നതെന്ന്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നിട്ട് അമ്മാവൻ തിരികെ കടയിലേക്ക് പോയില്ലേ എന്ന് സജീവനെ കണ്ടതും ശ്രീനന്ദ അയാളോടായി ചോദിക്കുന്നു. സജീവൻ ഒന്നും മിണ്ടിയില്ല. പകരം ശ്രീനന്ദയെ വെറുതെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. ഇന്ന് രാവിലെ അവൾ വിവാഹത്തിന് താല്പര്യം പ്രകടിപ്പിച്ചത് സജീവനെ സംബന്ധിച്ച് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. പക്ഷെ സജീവനും അറിയുന്നുണ്ടായിരുന്നില്ല തന്റെ മക്കളും ഭാര്യയും ചേർന്ന് സമ്മർദ്ദം ചെലുത്തിയാണ് അവളെക്കൊണ്ട് ഇങ്ങനെയൊരു വിവാഹത്തിന് സമ്മതം പറയിച്ചതെന്ന്. ഉമ്മറപ്പടിയും കടന്ന് അവൾ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ സിന്ധുവളെ പിന്നിൽ നിന്ന് വിളിച്ചു. ഡീ, ഒന്നവിടെ നിന്നേ. ഈ ബ്രോക്കർ നാരായണൻ നിന്നെ കാണാൻ വേണ്ടിയാ വന്നത്. ശ്രീനന്ദ ചോദ്യത്തോടെ നാരായണനെ നോക്കി. കൊച്ചു പറഞ്ഞ പോലെ ഞാൻ ആ പയ്യന്റെ വീട്ടിൽ പോയി കല്യാണത്തിന് താല്പര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ അച്ഛനും അമ്മയും കൊച്ചിനെ കാണാൻ വരണമെന്ന് പറഞ്ഞു. അതിനെന്താ, വരട്ടെ, വന്ന് കാണട്ടെ, സിന്ധു പറഞ്ഞു. അവർക്കും കുട്ടി പറഞ്ഞതുപോലെ തന്നെയാ. അധികം വൈകിപ്പിക്കുന്നതിനോട് താല്പര്യമില്ല. പറ്റിയാൽ വരുന്ന 2 ആഴ്ചക്കുള്ളിൽ വിവാഹമെന്നാണ് അവർ പറഞ്ഞത്. ശ്രീനന്ദയുടെ നെഞ്ചിലൊരു വെള്ളിടി വെട്ടി. താനൊരു വെറും വാക്ക് പോലെ വരുന്ന ഒരാഴ്ചക്കുള്ളിൽ വിവാഹം നടത്തണമെന്ന് പറഞ്ഞെങ്കിലും ഇത്രയും പെട്ടെന്നൊരു വിവാഹം, അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാൻ പോലും അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. +2ന്റെ ഫൈനൽ എക്സാം കഴിയും വരെയെങ്കിലും ഈ വീട്ടിൽ കടിച്ചു പിടിച്ചു നിൽക്കണമെന്ന് കരുതിയതാണ്. പക്ഷെ അതിനു പോലും സാധിക്കുമെന്ന് തോന്നുന്നില്ല. ശ്രീനന്ദയുടെ കണ്ണുകൾ ഈറിനണിഞ്ഞു. ഒരു വേള അവളുടെ കണ്ണുകൾ കണ്ട ബ്രോക്കർ നാരായണനും എന്തെന്നില്ലാത്ത അലിവ് തോന്നി അവളോട്. സിന്ധു ചേച്ചി, ആ കൊച്ചിന് താല്പര്യമില്ലെങ്കിൽ നമുക്ക് വേറൊരു ബന്ധം നോക്കിയാലോ? കൊച്ചിന് 18 വയസ്സല്ലേ പ്രായം. നമ്മുടെ ചെറുക്കന് 35 വയസ്സുണ്ട്. 17 വയസ്സിന്റെ വ്യത്യാസം. പോരാത്തിന് 2 കിട്ടും. മുന്നോട്ട് നടക്കാൻ തുടങ്ങിയ ശ്രീ ആ വാക്കുകളിൽ തട്ടി തറഞ്ഞുപോയി. അവൾക്ക് ആലോചിക്കാൻ കഴിയുമായിരുന്നില്ല തന്നേക്കാളും ഇത്രയും പ്രായവ്യത്യാസം. അയാൾക്കൊപ്പം താൻ ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കും? എന്റെ നാരായണ, ഞാനിനി എന്ത് ചെയ്യും? നിൽക്കുന്നിടത്തു നിന്നും ഒരടി നടക്കാൻ കഴിയാത്തതുപോലെ അവൾ മരവിച്ചു പോയിരുന്നു. കൈത്തൊടിയിൽ ശക്തിയായി ഒരടി പതിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി ശ്രീനന്ദ. പിന്നിൽ നിന്ന് നടന്നു വന്ന സിന്ധുവിന്റെ ശക്തിയായിട്ടുള്ള അടിയിലാണ്
അവൾ ബോധം വന്നതുപോലെ അവരെ മുഖമുയർത്തി നോക്കിയത്. അവരെ ചോദ്യം ചെയ്യാനോ അവരോട് ന്യായം പറയാനോ ഉള്ള ധൈര്യം അവൾക്ക് ആ സമയമില്ല. കല്യാണം ഉറപ്പിച്ചത് പോലുമില്ല. അതിനു മുമ്പ് സ്വപ്നം കണ്ട് തുടങ്ങിയോടിയെന്ന് ചോദിച്ചു. അത് കേട്ടുകൊണ്ടാണ് സജീവൻ അകത്തേക്ക് വന്നത്. അയാളുടെ മുഖത്തേക്ക് നോക്കി തനിക്ക് ഒരു വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് രാവിലെ പറഞ്ഞ സാഹചര്യം ശ്രീനന്ദയ്ക്ക് ഓർമ്മ വന്നു. ഇപ്പോൾ അമ്മായിയുടെ ഈ വർത്താനം കൂടി ആകുമ്പോൾ അമ്മാവൻ തന്നെക്കുറിച്ച് എന്തായിരിക്കും കരുതുന്നത്? ശ്രീനന്ദ മാനസിക വേദനയോടെ ഓർത്തു. ഞാൻ കടയിലേക്ക് ഇറങ്ങുകയാണ്. ആരോടെന്നല്ലാതെ അത്രമാത്രം പറഞ്ഞു. ശ്രീനന്ദയൊന്നും നോക്കുപോലും ചെയ്യാതെ അയാൾ കടയിലേക്ക് ഇറങ്ങിപ്പോയി. അയാൾക്കൊപ്പം തന്നെ ബ്രോക്കർ നാരായണനും പുറത്തേക്ക് പോകുന്നത് ശ്രീ കണ്ടു. സാക്ഷിയും സംഗീതയും വരുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള ചായയും ഇട്ട് പലഹാരം ഉണ്ടാക്കി വെച്ച ശേഷം ചായപ്പിൽ നിന്ന് ഒരു ചാക്കും പുല്ലിരിവാളും എടുത്തുകൊണ്ട് ശ്രീനന്ദ പറമ്പ് ലക്ഷ്യമാക്കി നടന്നു. ഇന്നലെ ചെത്തി അവസാനിപ്പിച്ചെടുത്തുനിന്ന് ചെത്തിക്കൊണ്ടിരുന്നവൾ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. എന്നിട്ട് ഒരു വാശി പോലെ നിർത്താതെ ആയത്തിൽ പുല്ലുകൾ ചെത്തി. അവിടെ കിടന്ന് ഏതോ കല്ലിൽ തട്ടി അരിവാൾ സ്ഥാനം തെറ്റി വിരലിലേക്ക് കയറി. രക്തം പടർന്നൊഴുകി ധരിച്ചിരുന്ന പാവാടയിൽ മുഴുവൻ. കൈകൾ കൂട്ടിപ്പിടിച്ച സ്ത്രീ. അവൾക്ക് നന്നായി വേദനിച്ചു. അവളുടെ ഉറക്കെയുള്ള കരച്ചിലിന് പ്രകൃതി മൂകസാക്ഷിയായി. മേഘം കറുത്തു തുടങ്ങി. എന്നിട്ടും അവൾ ഇരുന്നിടത്തു നിന്ന് എണീറ്റില്ല. പതിയെ പതിയെ വെയിലും മങ്ങി ഇരുട്ട് വന്നു തുടങ്ങി. ഒന്നിനു പിറകെ ഒന്നായി ആകാശം മഴത്തുള്ളികൾക്ക് ജന്മം നൽകി. അവർ ഒന്നാകെ അവളെ പൊതിഞ്ഞു. വിരൽ തുമ്പിലെ രക്തക്കറ മഴവെള്ളത്തിൽ അലിഞ്ഞില്ലാതായി. മഴവെള്ളം വീണ് വിരലിലെ മുറിവ് അവൾക്ക് വീണ്ടും വേദനിച്ചു. മഴ കഴിഞ്ഞപ്പോൾ പറമ്പിന്റെ അങ്ങേ കോണിൽ നിന്നും പുല്ലുചാക്കുമായി ശ്രീനന്ദ വീട്ടിലേക്ക് നടന്നു. സമയം പതിവിലും ഇരട്ടിയിരുന്നു. സാധാരണ ഈ സമയം കുളി കഴിഞ്ഞ് തുളസിത്തറയിൽ വിളക്ക് വയ്ക്കുന്നവൾ മുഷിഞ്ഞങ്ങനെ നിന്നു. സന്ധ്യ ഏറെ കനത്തിട്ടും പുല്ലരിയാൻ പോയവൾ എവിടെ പോയെന്ന് പോലും അന്വേഷിച്ചില്ല സിന്ധു. അമ്മേ, ആ നാശത്തിനെ കാണുന്നില്ലല്ലോ. പശുവിന് കൊടുക്കാൻ പുല്ലരിയാൻ പോയതല്ലേ അവൾ? സംഗീതയുടെ ശബ്ദം. ആ, എവിടെയെങ്കിലും പോയി തുലയട്ടെ, തള്ളയെപ്പോലെ. തലയെ കൈവച്ച് പ്രാകുന്നത് പോലെ സിന്ധു പറഞ്ഞു. അല്പം ഉറക്കെയുള്ള അവരുടെ ആ സംസാരം കേട്ട് പുറത്തു നിന്നവൾ കരയാൻ പോലും മറന്നുപോയി. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നന്നായി പോയി എന്ന് കരുതുന്നവൾ. ഇത്രയും നാൾ അവൾ കരുതിയത് തന്നോട് ദേഷ്യം മാത്രമേ അമ്മായിക്കും മക്കൾക്കും ഉള്ളൂ എന്നാണ്. എന്നാൽ ഇന്നവൾക്ക് മനസ്സിലായി, തീർത്താൽ തീരാത്ത പകയാണ് അവർക്ക് തന്നോടെന്ന്. അവൾ പുല്ലുചാക്കമെടുത്ത് ചായപ്പിലേക്ക് വെച്ചു. വീടിന്റെ പിന്നാമ്പുറത്ത് അനക്കം കേട്ടതും ശ്രീനന്ദ വന്നത്. അവളോട് വിളക്ക് വയ്ക്കാൻ ആജ്ഞാപിക്കാൻ പോയ സാക്ഷി ഒരു വേള അവരുടെ നിൽപ്പും ഭാവവും കണ്ട് ഒന്നും പറയാതെ തിരിച്ചകത്തേക്ക് കയറി. കാര്യം എന്താണെന്ന് സിന്ധു മുഖമുയർത്തി ചോദിച്ചപ്പോൾ സാക്ഷി ഒന്നും മിണ്ടരുതെന്ന് വിരൽ വെച്ച് ആംഗ്യം കാട്ടി. 2 ദിവസങ്ങൾക്ക് ശേഷം ഒരു വൈകുന്നേരം സ്കൂൾ വിട്ട് വരികയായിരുന്ന ശ്രീനന്ദ പതിവില്ലാതെ ഒരു വില കൂടിയ കാറ് വീട്ടുമുറ്റത്ത് കിടക്കുന്നത് കണ്ടതും അവളുടെ കണ്ണിൽ സംശയം നിറഞ്ഞു. ആരാകും കാറിൽ വന്നത്? അവൾ സ്വയം ഓർത്തു. ആ ചിന്തകളുമായിട്ടാണ് അവൾ അകത്തേക്ക് കയറിയത്. പടിയിൽ കിടക്കുന്ന 2-3 ജോഡി ചെരുപ്പുകളും ഒപ്പം ബ്രോക്കർ നാരായണനെയും കൂടി കണ്ടതോടെ അവളുടെ സംശയം കൂടുതൽ ബലപ്പെട്ടു. അവൾ അകത്തേക്ക് കയറിയതോടെ പിന്നാലെ ചെന്നു ബ്രോക്കർ നാരായണൻ. ആഹാ, എത്തിയല്ലോ നമ്മുടെ ആള്. ഇതാണ് ശ്രീനന്ദ. ഇന്ദിരയും മാധവനും അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഇന്ദിരയുടെ കണ്ണുകൾ നിമിഷ നേരം കൊണ്ട് തന്നെ അവളെ ആകമാനം ഒന്നൊഴിഞ്ഞു. സ്കൂൾ യൂണിഫോമാണ് വേഷം. ചുരിദാറും ഷോളും വൃത്തിയായി മടക്കി പിൻ ചെയ്ത് വെച്ചിരിക്കുന്നു. 2 സൈഡിലേക്ക് മുടി പിന്നിയിട്ടിട്ടുണ്ട്. കുറുനിരകൾ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നു. നെറ്റിയിലൊരു കുഞ്ഞി കറുത്ത പൊട്ടും തൊട്ട് രാവിലെ തൊട്ട ചന്ദനത്തിന്റെ അടർന്നു പോയതിൽ നിന്ന് ഒരു ചെറിയ ഭാഗവും. കയ്യിൽ വളകളില്ല, കഴുത്തിൽ മാലയില്ല. അവളുടെ നീണ്ട കണ്ണിലേക്ക് നോക്കി ഇന്ദിര. കരി എഴുതാത്ത കണ്ണുകൾ. ഇതാണോ നാരായണ കുട്ടി? ഇന്ദിര അമ്പരപ്പോടെ ചോദിച്ചു. അതെ മാഡം, ഇതാണ്. ഇന്ദിരയുടെ മുഖം ചുളിഞ്ഞു. ഇത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയല്ലേ? ഇന്ദിര ബ്രോക്കർ നാരായണനെ നോക്കി. ശേഷം ശ്രീനന്ദയുടെ മുഖത്തേക്ക്. കുട്ടി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അവർ ശ്രീനന്ദയോട് ചോദിച്ചു. +2. അവൾ മറുപടി പറഞ്ഞു. ഇന്ദിര വല്ലായ്മയോടെ അവളെ നോക്കി.
നോക്കണ്ട എന്തിനമ്മേ, 18 വയസ്സ് കഴിഞ്ഞതാ. 18 വയസ്സിന്റെ ബർത്ത്ഡേ ഒരാഴ്ച മുമ്പേ കഴിഞ്ഞു. ബ്രോക്കർ നാരായണൻ ആവേശത്തോടെ പറഞ്ഞപ്പോൾ സിന്ധു അയാളെ നോക്കി പല്ല് കടിച്ചു. കഷ്ടിച്ച് 18 വയസ്സുണ്ടാകും. ഈ കുട്ടിയാണോ ഇവർ തന്റെ 35 വയസ്സുള്ള മകനു വേണ്ടി? ഇന്ദിരയ്ക്ക് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. താൻ ഒരു ഹൈസ്കൂൾ പ്രിൻസിപ്പളായിട്ടാണ് റിട്ടയർ ചെയ്തത്. ചെറിയ കുട്ടികൾ പഠിക്കണമെന്ന് പറഞ്ഞു പഠിപ്പിച്ച ഒരു അധ്യാപികയാണ് താന്. ആ താന് തന്റെ മകനു വേണ്ടി പഠിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടി. അവർക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. അതിനേക്കാളേറെ അവർക്ക് ഭയം തോന്നിയത് അദർവി കാര്യം പറഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പുകിലായിരുന്നു. ആ ഓർമ്മയിൽ പോലും ഇന്ദിര ഭയന്നു. മാധവന്റെ മുഖത്തേക്ക് നോക്കി. അയാളുടെ മുഖത്തും അതേ പാവങ്ങൾ. പെട്ടെന്ന് തന്നെ ഇന്ദിര ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു. ശ്രീനന്ദയുടെ മുഖത്ത് ആശങ്ക. നാരായണ, ഞങ്ങൾ ഇറങ്ങുവാണ്. ഞങ്ങൾ പ്രത്യേകം പറഞ്ഞതല്ലേ മോന്റെ പ്രായത്തിനെ പറ്റിയൊക്കെ. അത്രയും പ്രായം കൂടി ഒരാൾക്ക് ഇത്രയും ചെറിയ കുട്ടിയെ ആലോചിക്കാൻ തനിക്കെന്താ തലയ്ക്ക് സ്ഥിരതയില്ലേ? ഇന്ദിര ദേഷ്യം മുഴുവനും നാരായണന്റെ മേൽ തീർത്തതും സിന്ധു പെട്ടെന്ന് അകത്തുനിന്ന് ഇറങ്ങി വന്നു. അയ്യോ മാഡം, പോകല്ലേ. ഇവൾക്ക് വയസ്സിന്റെ വ്യത്യാസമൊന്നും പ്രശ്നമില്ല. ഇവക്ക് കല്യാണം കഴിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ടാ. രണ്ടാം കെട്ടുകാരനാണെങ്കിൽ രണ്ടാം കെട്ടുകാരൻ എന്ന് കരുതി ഞങ്ങൾ ഈ വിവാഹം നടത്തിവിടാന്ന് വിചാരിച്ചു. മറ്റൊന്നും ഓർക്കല്ലേ, ബാക്കിയുള്ളവരൊക്കെ വന്നിട്ട് ഒരുപാട് പൊന്നും പണവും ചോദിക്കുന്നു. അത്രയും പണവും സ്വർണവും നൽകി ഈ കുട്ടിയെ ഇറക്കിവിടാനുള്ള ഗതിയൊന്നും ഞങ്ങൾക്കില്ല. അതുകൊണ്ടാ നിങ്ങൾ പൊന്നും പണവും ഒന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ പൊന്നുപോലെ ഞങ്ങൾ ഈ വിവാഹത്തിന് സമ്മതം മൂളിയത്. സിന്ധുവിന്റെ വാക്കുകൾ കേൾക്കെ ഒരുതരം അവജ്ഞയോടെ അവരെ നോക്കി നിന്നുപോയി ഇന്ദിര. എന്തൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത്? വിവരമില്ലായ്മ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുകയാണ് ഇവരെന്ന് ഇന്ദിര സ്വയം മനസ്സിലോർത്തു. ബ്രോക്കർ നാരായണന്റെയും നെറ്റി ചുളിഞ്ഞു പോയിരുന്നു സിന്ധുവിന്റെ വാക്കുകളിൽ. പെട്ടെന്ന് തന്നെ സിന്ധുവും മാധവനും ഒപ്പം അയാളും അവരുടെ കാറിലേക്ക് കയറി. ഇന്ദിര നാരായണനെ ദേഷ്യത്തോടെ നോക്കി. നോക്ക് നാരായണ, കുട്ടിയുടെ ഫോട്ടോ കാണിച്ചപ്പോൾ ഞാൻ കരുതി അല്പം കൂടി പ്രായമുള്ള കുട്ടിയായിരിക്കുന്നു. ഇതിപ്പോ നേരിട്ട് കണ്ടു കഴിഞ്ഞ ചെറിയ കുട്ടി, തീരെ ചെറിയ കുട്ടി. അവർക്ക് എങ്ങനെ തോന്നുന്നു അത്രയും ചെറിയ കുട്ടിയെ വിവാഹം കഴിച്ചയക്കാൻ? ഇത് അവരുടെ മകൾ തന്നെയാണോ? എങ്ങനെ ഒരു സ്ത്രീക്ക് ഇത്രയും ദുഷ്ടിയാകാൻ കഴിയുന്നു? എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഇന്ദിരയ്ക്ക് അവരുടെ ഉള്ളിലെ അമർഷം തീരുന്നുണ്ടായിരുന്നില്ല. തുടരും.